ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ കുറേ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ മാണ്ടർ എന്ന പ്രദേശത്തെത്തിയിരിക്കുകയാണ്. ധാരാളം ആദിവാസികളുള്ള ഗ്രാമങ്ങളാണ് മാണ്ടറിലേത്. അവിടുത്തെ ഒരു നാടൻ ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. മൈതാനം പോലുള്ള ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇവിടുത്തെ ഉറാവോ ഗോത്രക്കാരുടെ ചില സ്തൂപങ്ങളും മറ്റും കാണാം. അത് ആദിവാസികളുടെ ചില ആചാരത്തിന്റെ ഭാഗമാണ്. ഉറാവോ ഗോത്രത്തിന്റെ ഉപവിഭാഗമായ ലക്കഡ എന്ന ട്രൈബിന്റെ ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. വഴിയിൽ കണ്ട ഒരു സ്ത്രീയോട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. താനും ആ ഗ്രാമത്തിലെ ആളാണെന്നും പിറകെ പോന്നോളാനും പറഞ്ഞു സ്ത്രീ. ഞങ്ങൾ അവരെ പിന്തുടരുകയാണ്. സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലവും സമ്പന്നമായ കലാപാരമ്പര്യവുമുള്ള ഒരു ഗോത്രമാണ് ലക്കഡ. ഉറാവോ ഗോത്രത്തിൽ പല ഉപജാതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലക്കഡ. വണ്ടി നിർത്തി. ഞങ്ങൾ സ്ത്രീയുടെ പിന്നാലെ നടന്നു. ഒരു സാധാരണ ആദിവാസി ഗ്രാമം. വലിയ ചന്തമില്ലാത്ത വീടുകൾ. തങ്ങളും ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നവരാണെന്നും തന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്നും സ്ത്രീ പറഞ്ഞു. എന്റെ കൂടെ ഫാദർ സിജോ ഉണ്ട്. മാണ്ടറിലെ ഒരു ഹോസ്പിറ്റലിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ ഫാദർ സിജോയെ ഇന്ന് രാവിലെ ഇവിടേക്ക് വരും വഴി ഞങ്ങൾ കൂടെ കൂട്ടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ. അയാൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അയാളുടെ ഭാര്യയാണ് ഇത്, ശാന്താദേവി. വീടിന്റെ പുറകോട്ട് ചെല്ലുമ്പോൾ അവിടെ കൃഷിയിടത്തോട് ചേർന്ന് ചെറിയൊരു കളത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കളിമണ്ണുകൊണ്ട് മൺപാത്രം പോലെ എന്തോ മെനഞ്ഞെടുക്കുകയാണ്. ശിവനാഥ് മലാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മലാർ എന്നത് ലക്കഡ കമ്മ്യൂണിറ്റിയിലെ ഒരു ഉപജാതിയാണ്. ട്രൈബും ക്ലാനും കഴിഞ്ഞ് അതിനും താഴെയുള്ള ഒരു വിഭാഗം. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് കളിമണ്ണുകൊണ്ട് ഒരു പ്രത്യേക പാത്രം ഉണ്ടാക്കുകയാണ്. ശരിക്കും കളിമണ്ണുകൊണ്ട് പാത്രം നിർമ്മിക്കാനല്ല ഈ പ്രവൃത്തി. ഇദ്ദേഹത്തിന്റെ പേര് രോഹിത് മലാർ എന്നാണ്. ശിവനാഥ് മലാറിന്റെ മകനാണ് രോഹിത്. എങ്ങനെയാണ് ഈ പാത്രം ഉണ്ടാക്കുന്നത് എന്നാണ് രോഹിത് പറഞ്ഞു തരുന്നത്. ഫാദർ സിജോയുമായുള്ള ബന്ധം കാരണം രോഹിത് വളരെ വിശദമായി തന്നെ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് രോഹിത്തിന്റെ അച്ഛനുണ്ടാക്കുന്ന പാത്രത്തിന്റെ രൂപം. ആദ്യം ഇങ്ങനെ ഒരു ചെറിയ പാത്രമുണ്ടാക്കും. പിന്നെ അതിനേക്കാൾ വലുത് ഒന്നുകൂടി ഉണ്ടാക്കും. തുടർന്ന് വലുതിനകത്ത് ചെറുത് എടുത്തുവെക്കും. എന്നിട്ട് അവയുടെ വക്ക് ഒന്നാക്കി മണ്ണുകൊണ്ട് അടച്ചെടുക്കും. ഈ സമയം രണ്ടു പാത്രങ്ങളുടെ ഇടയിൽ ഒരു വാക്വം രൂപപ്പെട്ടിരിക്കും. ആ വാക്വമുള്ള ഭാഗം കൃത്യമായ രൂപത്തിലായിരിക്കാൻ അതിനുള്ളിൽ ആദ്യം മെഴുക് ഉരുക്കിയൊഴിച്ച് കൃത്യമാക്കും. ഒരു ഡൈ ആണ് അത്. തുടർന്ന് പാത്രം തീയിൽ വെച്ച് മെഴുക് ഉരുക്കിക്കളയും. അതോടെ മോൾഡ് റെഡിയാകും. തുടർന്ന് രണ്ട് പാത്രങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന വാക്വത്തിലേക്ക് ഉരുക്കിയ ലോഹക്കൂട്ട് ഒഴിക്കുന്നു. അത് സെറ്റായി കഴിയുന്നതോടെ മണ്ണ് പൊട്ടിച്ചു കളയുമ്പോൾ ഉള്ളിൽ ലോഹപാത്രം റെഡിയായിരിക്കും. ഇങ്ങനെയാണ് മോൾഡ്. ആ പ്രക്രിയ കൂടുതൽ വിശദീകരിച്ചു തരാമെന്ന് പറഞ്ഞ് രോഹിത് ഞങ്ങളെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. മണ്ണും ചാണകവും കുഴച്ച് മെഴുകിയ നിലം. ഗോത്രവിഭാഗങ്ങളുടെ എല്ലാം വീടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇവിടെ ഒരു ഉലയുണ്ട്. അതിൽ കൽക്കരി നിറച്ച് ഊതിയാണ് മെഴുക് ഉരുക്കിക്കളയാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. മോൾഡിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു പൊത്തുണ്ട്. ആ പൊത്തിലൂടെയാണ് ഉരുകിയ മെഴുക് പുറത്തേക്ക് കളയുക. ഇപ്പോൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന പാത്രത്തിന് 2 ലെയറുണ്ട്. അവയ്ക്കിടയിലെ വാക്വത്തിലേക്കാണ് ലോഹക്കൂട്ട് ഒഴിക്കുക. മൺപാത്രം ഉണ്ടാക്കലും അത് ഉണക്കിയെടുക്കലും മെഴുക് ഉരുക്കിക്കളയലും ലോഹം ഉരുക്കി ഒഴിക്കലുമെല്ലാമായി ഏതാണ്ട് ഒരാഴ്ച നീളുന്നതാണ് പ്രോസസ്. ഒറ്റ പാത്രമല്ല ഉണ്ടാക്കുന്നത്, കുറെ എണ്ണം ഒരുമിച്ചാണ്. മോൾഡ് പൊട്ടിച്ചെടുത്ത പാത്രത്തെ ഉരച്ച് മിനുക്കിയെടുത്ത ശേഷമാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുക. ഇതാണ് ലോഹമൊരുക്കുന്ന പാത്രം. തങ്ങളുടെ കരകൗശലത്തിന്റെ പ്രത്യേകതകൾ രോഹിത് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ചെമ്പ്, ഓട് എന്നിവ കൊണ്ടെല്ലാം ഇവർ പാത്രങ്ങളും വിളക്ക് പോലുള്ള ഉപകരണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
വീടിനോട് ചേർന്ന് തന്നെയാണ് പണിശാല. തറ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും എല്ലായിടവും നന്നായി ഒതുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ശാന്താദേവിയാണ് ഈ വീട്ടിലെ പ്രധാന വനിത. വീടങ്ങനെ വൃത്തിയായി അടിച്ചുവാരിയിടുന്നതിന്റെ ക്രെഡിറ്റും അവൾക്ക് തന്നെ. ഒരു കുട്ടിയുണ്ട് ഇവർക്ക്. അവൻ കളത്തിൽ മുത്തച്ഛൻ മൺപാത്രം ഉണ്ടാക്കുന്നയിടത്ത് നിൽപ്പുണ്ട്. ഞാൻ അവിടേക്ക് വീണ്ടും ചെന്നു. അപ്പോഴേക്കും ഇവരുണ്ടാക്കിയ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഗോത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട പല സാമഗ്രികളാണ് ഇതെല്ലാം. കൂടെ ചിമ്മിനി വിളക്കുകളും പശുവിന് കഴുത്തിലണിയിക്കുന്ന മണികളുമെല്ലാമുണ്ട്. ഇപ്പോഴും നല്ല കച്ചവടമുള്ള വസ്തുക്കളാണ്. ഗോത്ര വീടുകളിലേക്ക് ആവശ്യമുള്ളവയാണ് മിക്കതും. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത്തരം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ നിപുണരാണ് ലക്കട സമുദായക്കാർ. പല രൂപത്തിലുള്ള വിളക്കുകൾ, ചെറിയ ശില്പങ്ങൾ, ആമയുടെയും ഓന്തിന്റെയും ഒക്കെ രൂപങ്ങൾ. ആദ്യം കളിമണ്ണിൽ ഉണ്ടാക്കിയ ശേഷം ലോഹക്കൂട്ടിൽ കാസ്റ്റ് ചെയ്തെടുത്തതാണ് ഇതെല്ലാം. ഒരു മകനേയുള്ളൂ രോഹിത്തിന്. ഇതാണ് രോഹിത്തിന്റെ മകൻ. തണുപ്പുകാലമായതുകൊണ്ട് എല്ലാവരും സ്വെറ്ററും തൊപ്പിയുമൊക്കെ അണിഞ്ഞാണ് നടക്കുന്നത്. ഞങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയുണ്ടല്ലോ, തന്റെ വീട് കൂടി കാണിക്കാനാണ് അവർ കൂട്ടിക്കൊണ്ടുവന്നത്. അതിനാൽ അവിടേക്കൊന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്താണ് ഇവരുടെ വീട്. ഞാൻ ആ സ്ത്രീയുടെ പിന്നാലെ നടന്നു. ഇവരെ നിരാശരാക്കരുതല്ലോ. നടന്നു ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് കുറച്ചുപേർ പുതപ്പും പുതച്ച് ഇവിടെ നിൽപ്പുണ്ട്. അതിലൊരാളെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പേര് സഞ്ജയ് മലാർ എന്നാണ്. സന്താൽ ഗോത്രത്തിലെ അനേകം പിരിവുകളിൽ ഒന്നാണ് മലാർ. ഒരു ഉപജാതി എന്ന് പറയാം. ഒരു സ്ത്രീ രാവിലെ വെയിൽ കാഞ്ഞിരുന്ന് കുഞ്ഞിന്റെ തല ചീകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടിയൊന്നുമല്ല. രാവിലെ 8 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഭർത്താവ് തന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും വലിയ വരുമാനമുള്ള ജോലിയല്ല. മണ്ണു കുഴച്ച് നല്ല സമയമെടുത്ത് ഓരോ രൂപമുണ്ടാക്കുന്നു. അതിൽ നിന്നൊക്കെയുള്ള വരുമാനം ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിന്റെ ടെക്നോളജി വികസിപ്പിച്ച് ഉൽപാദനം കൂട്ടുകയും മറ്റും ചെയ്യാതെ ഈ തൊഴിൽ ചെയ്യുന്നവരുടെയൊന്നും ജീവിത നിലവാരം മെച്ചപ്പെടില്ല. പഴയ ഗോത്ര പാരമ്പര്യം നിലനിർത്തുന്നു, മഹത്തരമായ കരകൗശലമാണ് ഇത് എന്നൊക്കെ പുറത്തുള്ളവർക്ക് പറയാമെന്നു മാത്രം. ഇത്തരം മൺപാത്രങ്ങൾ മിക്ക വീടിന്റെയും മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളുണ്ട് ഇവിടെ. അവരെല്ലാം ലോഹം കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർ തന്നെ. മൊഹറി ദേവി എന്നാണ് ഇവരുടെ പേര്. ഞങ്ങളെ ഈ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മൊഹറി ദേവിയാണ്. 6 മക്കളാണ് ഇവർക്കുള്ളത്. 2 ആണും 4 പെണ്ണുങ്ങളും. ഒരു മകന്റെ ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നത്. പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. ലോഹം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഗ്രാമത്തിലുള്ളവർ ഒരുമിച്ചാണോ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സഞ്ജയ് മലാറിനോട് ചോദിച്ചു. അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓരോ വീട്ടുകാരും അവരവരുടേതായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ അത് മാർക്കറ്റ് ചെയ്യാനായി ഇവർക്ക് സഹകരണ സംഘങ്ങൾ പോലുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഇതെവിടെയാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചു. പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പതിവായി ആദിവാസി മേളകൾ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുർമ പട്ടണത്തിൽ നടക്കുന്ന മേളയാണ്. ഉറാവോ ഗോത്രത്തിന്റെ ഏറ്റവും വലിയ വാർഷിക മേളയാണത്. അവിടെയാണ് ഈ ഗ്രാമത്തിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതലായി വിറ്റഴിയുന്നത്. ഗ്രാമത്തിൽ പരിചയപ്പെട്ടവർക്ക് ചെറിയ തുക കൊടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. ഫാദർ സിജോയാണ് എല്ലാവർക്കും പണം നൽകിയത്. കൃഷിയിടങ്ങളിൽ പണികൾ തുടങ്ങുന്നു. ആടുകൾ മേഞ്ഞു തുടങ്ങി. ഉറാവോ ഗോത്രത്തിന്റെ ഇത്തരം സ്തംഭങ്ങൾ മിക്ക ഗ്രാമത്തിലും കാണാം. ഈ കടന്നുപോകുന്നതെല്ലാം ഉറാവോ ഗോത്രത്തിന്റെ പ്രദേശങ്ങളിലൂടെയാണ്. ഇന്നലെ ഞാൻ സന്ദർശിച്ചതാകട്ടെ സന്താൾ ഗോത്രത്തിന്റെ ഗ്രാമങ്ങളായിരുന്നു. ഉറാവോ ജാർഖണ്ഡിലെ മറ്റൊരു പ്രധാന ഗോത്രമാണ്. അവരിലെ ഉപവിഭാഗമാണ് നേരത്തെ സന്ദർശിച്ച ഗ്രാമത്തിൽ കണ്ട ലക്കടകൾ. ഇവിടുത്തെ ഒരു ഗോത്രഘടന നമുക്ക് പൂർണ്ണമായും മനസ്സിലാവണമെന്നില്ല. ആദിവാസി ഗോത്രങ്ങൾ, ഉപഗോത്രങ്ങൾ, ജാതികൾ, അവ തമ്മിലുള്ള ബന്ധങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം ആകെ കെട്ടുപിണിഞ്ഞങ്ങനെ കിടക്കുകയാണ്.
പല ഗോത്രങ്ങളും തമ്മിലുള്ള ശത്രുത, കലഹങ്ങൾ എന്നിവയെല്ലാം ഇപ്പോഴുമുണ്ട്. റെയിൽവേ ഗേറ്റിൽ പോയി കാത്തുനിന്നു. ഒരു പാസഞ്ചർ വണ്ടി കടന്നുപോകുന്നു. ഇത് വടക്ക് ഡൽഹിയിലേക്ക് നീണ്ടുകിടക്കുന്ന പാളമാണെന്ന് പിറകിലിരിക്കുന്ന ഡോക്ടർ അജിത് പറയുന്നുണ്ട്. വലിയ തിരക്കില്ലാത്ത ഒരു വണ്ടി. എല്ലായിടത്തും ലെവൽ ക്രോസുകളിൽ ഗേറ്റുണ്ട്. ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ്. സിംഗിൾ ലൈൻ റെയിൽ പാതയാണ്. ഇവിടുത്തെ പല റെയിൽ പാതയും ഡബിൾ ലൈൻ ആക്കിയിട്ടില്ല. ഞങ്ങൾ ലെവൽ ക്രോസ് കടന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വയലുകൾക്ക് നടുവിലെ തിരക്കില്ലാത്ത റോഡിലൂടെ വീണ്ടും പോവുകയാണ്. ഒരു പ്രമുഖ വ്യക്തിയെ കാണാനാണ് ഇനി ഞങ്ങളുടെ യാത്ര. സിമോൺ ഉറാവോ എന്ന സാമൂഹിക പ്രവർത്തകനെ കാണാൻ. വാട്ടർമാൻ ഓഫ് ജാർഖണ്ഡ് എന്നറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് അദ്ദേഹം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചയാൾ. വളരെ ചെറുപ്പം മുതൽ തന്നെ ജലസംരക്ഷണം മുതൽ നിരവധിയായ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടയാളാണ് സിമോൺ ഉറാവോ. വലിയൊരു പ്രദേശത്തിന്റെ പ്രകൃതിയെ ആകെ സംരക്ഷിച്ചു നിർത്തിയ ആൾ. ബേഡോ എന്നൊരു പട്ടണമാണിത്. 7000-ഓളം ആളുകൾ വസിക്കുന്നൊരു പ്രദേശമാണ് ബേഡോ. പട്ടണത്തിൽ ഇവിടെ അടുത്താണ് സിമോൺ ഉറാവോ താമസിക്കുന്നതെന്ന് അജിത്തിനറിയാം. അജിത് മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. സിമോൺ ഉറാവോയെ പരിചയവുമുണ്ട്. പത്രപ്രവർത്തകനായിരുന്ന കാലത്തെ പരിചയമാണ്. ഒരിടത്ത് മുകളിലൊരു കുരിശോടെ നിൽക്കുന്ന ഒരു കവാടം. പത്മശ്രീ സിമോൺ ഉറാവോയുടെ റെസിഡൻസ് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയ വേളയിൽ കൊൽക്കത്തയിലെ യുണൈറ്റഡ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ സെൻട്രൽ കൗൺസിൽ ഡൊണേറ്റ് ചെയ്ത കവാടമാണ്. കവാടം കടന്ന് അജിത്തിന് പിന്നാലെ ആ വീട്ടിലേക്ക് നടന്നു. മുകളിൽ കുരിശുമായി ഗ്രോട്ടോ പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ വലിയൊരു കിണർ. അതിലൂടെ അങ്ങനെ വളഞ്ഞു ചുറ്റി ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വീൽ ചെയറിൽ ഇരിപ്പുണ്ട്. താഴെ ഒരു പൂച്ചയും. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇദ്ദേഹമാണ് ഞങ്ങൾ തേടി വന്നയാൾ, പത്മശ്രീ സിമോൺ ഉറാവോ. അജിത് ചെന്ന് പരിചയം പുതുക്കി. അജിത്തിനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായോ എന്നെനിക്ക് സംശയമുണ്ട്. ആൾ വളരെ ക്ഷീണിതനാണ്. ഇതാണ് ജാർഖണ്ഡിന്റെ വാട്ടർമാൻ. ദീർഘകാലം പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ പക്ഷാഘാതം വന്ന് വലതുവശം തളർന്നുപോയി. സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഫാദർ സിജോയും ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. വളരെ വൃത്തിയോടെ ഇദ്ദേഹത്തെ പരിചരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. മടിയിൽ ഒരു തുണി വിരിച്ചുകൊടുത്ത് ഭക്ഷണം നൽകുന്നു. ജീവിത സായാഹ്നത്തിൽ വളരെ സംതൃപ്തനാണ് ഇദ്ദേഹമെന്ന് സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വീടിനകത്തു നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. സിമോൺ ഉറാവോയുടെ മകന്റെ ഭാര്യയാണ്. ഇവരാണ് അമ്മായി അച്ഛനെ നന്നായി പരിചരിക്കുന്നത്. ഭർത്താവിന് തേനീച്ച വളർത്തലാണ് ജോലി. മുറ്റത്ത് മറ്റൊരിടത്ത് ഒരു ചാക്ക് വിരിച്ച് ഒരു സ്ത്രീ അതിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബിർജീനിയ എന്നാണ് പേര് പറഞ്ഞത്. വിർജീനിയ എന്ന പേരാണ് ഇവർ ബിർജീനിയ എന്ന് പറയുന്നത്. സിമോൺ ഉറാവോയുടെ ഭാര്യയാണ് വിർജീനിയ. വിർജീനിയ ഇരിക്കുന്നത് കിണറിന്റെ തിണ്ണയിലാണ്. വലിയൊരു കിണറാണ്. താഴെ മുതൽ കല്ലുകെട്ടിപ്പടുത്ത നല്ല വിസ്താരമുള്ള കിണർ. ധാരാളം വെള്ളമുണ്ട്. ജാർഖണ്ഡിന്റെ വാട്ടർമാൻ 1964 പണിയിച്ച കിണറാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു, കുറച്ചു ഭാഗത്ത് ഓട്. ജീവിത സാഹചര്യങ്ങളൊക്കെ പരിമിതമാണ്. ജാർഖണ്ഡിലെ തന്നെ വലിയൊരു സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. പ്രസംഗമല്ല, പ്രവൃത്തിയായിരുന്നു സിമോൺ ഉറാവോയുടെ രീതി. സ്ട്രോക്ക് വന്നതിനു ശേഷം വീൽചെയറിലാണ് ജീവിതം. ഇടത് കൈകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്.
ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് മകന്റെ ഭാര്യയാണ്. ഇവിടെ മറ്റൊരു കെട്ടിടമുണ്ട്. സിമോൺ ഉറാവോയ്ക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ യുണൈറ്റഡ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയ കെട്ടിടമാണ്. താൻ പണിത തടയണകളിൽ ഒന്നിന്റെ പശ്ചാത്തലത്തിൽ സിമോൺ ഉറാവോ നിൽക്കുന്ന ഒരു ഫോട്ടോ, അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിലെ ചിത്രം. യുണൈറ്റഡ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ 2022 ഓഗസ്റ്റിലാണ് ഈ കെട്ടിടം പണിത് നൽകിയത്. ഇവിടെ കുറെ ഫലകങ്ങളും അവാർഡുകളുമെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് പത്മശ്രീ പുരസ്കാരമാണ്. രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയുടെ കയ്യൊപ്പോടുകൂടിയ സാക്ഷിപത്രം 2016 ഏപ്രിൽ 12 സമർപ്പിച്ചതാണിത്. രാഷ്ട്രപതി സിമോൺ ഉറാവോയ്ക്ക് പത്മശ്രീ സമ്മാനിക്കുന്ന ഫോട്ടോയുമുണ്ട്. 84 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. ഇപ്പോൾ 94 വയസ്സായി. അനേകം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. സിമോൺ ഉറാവോയുടെ റെസിഡൻസ് എന്ന നിലയിലാണ് യുണൈറ്റഡ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ കെട്ടിടം പണിതത്. എന്നാൽ മുന്നിലുള്ള ഈ പഴയ കെട്ടിടത്തിലാണ് അദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നത്. ഒരു മകന്റെ കുടുംബവും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഗ്രാമങ്ങളിലെ മിക്ക വീടുകളും ഇങ്ങനെയാണ്. വീടിന്റെ പൊലിമ, അടച്ചുറപ്പ്, നാട്ടുകാരെ കാണിക്കാനുള്ള സൗന്ദര്യവൽക്കരണം, ഇതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുനേരം വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നു. പത്മശ്രീ കിട്ടിക്കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ തന്നെ കാണാൻ വന്ന പത്രലേഖകരോട് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. പത്മശ്രീ തന്ന ഗവൺമെന്റ് എന്നെ കുഴപ്പത്തിലാക്കി എന്നായിരുന്നു അന്നത്തെ പ്രതികരണം. പത്മശ്രീ ജേതാവിനെ കാണാൻ ധാരാളം ആളുകൾ വരുന്നു. അവർക്ക് ചായ നൽകാനോ ഇരിക്കാൻ കസേരകൾ നൽകാനോ സൽക്കരിക്കാനോ കഴിയുന്നില്ല. അതിനൊന്നുമുള്ള പണമോ വരുമാനമോ തനിക്കില്ലെന്നും അന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ജലസംരക്ഷണവും വനസംരക്ഷണവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന മേഖലകൾ. 100 കണക്കിന് ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് മഴക്കാലത്ത് ജലം സംഭരിച്ച് വേനലിൽ കൃഷിയിടങ്ങളെ ജലസമൃദ്ധമാക്കി അത്ഭുതം സൃഷ്ടിക്കുകയായിരുന്നു സിമോൺ ഉറാവോ. കൂടാതെ വർഷം തോറും കുറഞ്ഞത് 1000 മരങ്ങളെങ്കിലും നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. യാത്ര പറയാൻ ചെന്നപ്പോൾ അജിത്തിനോട് അദ്ദേഹം പറഞ്ഞത് തന്റെ അവസാന കാലമായി എന്നാണ്. മരുമകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉടനെയൊന്നും മരിക്കില്ലെന്ന് പറഞ്ഞ് അജിത് മടങ്ങി. അദ്ദേഹത്തോടും മരുമകളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ജാർഖണ്ഡിന്റെ വാട്ടർമാനെ കാണുന്ന കാര്യവും നടന്നു. ഓരോ ഗ്രാമത്തിലും ഇത്തരം ഉൾനാടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രമുഖരായ വ്യക്തികളെ കാണുകയും അവരുടെ ജീവിതം അറിയുകയും വേണം. ബീഹാറിലെ ഒരു ഉൾഗ്രാമത്തിൽ ചെന്നപ്പോഴാണ് ദശരഥ് മാഞ്ചി എന്ന മൗണ്ടൻ മാന്റെ ജീവിതം അറിഞ്ഞത്. അതെല്ലാം സഞ്ചാരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രദേശത്തിന്റെ കാർഷിക മേഖലയിലും പ്രകൃതിയിലും വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ആളാണ് സിമോൺ ഉറാവോ. പണ്ട് ഇവിടെയൊക്കെ വർഷത്തിൽ ഏതാനും മാസങ്ങളിൽ മാത്രമേ കൃഷി നടന്നിരുന്നുള്ളൂ. ജലക്ഷാമമായിരുന്നു കാരണം. ദാരിദ്ര്യമായിരുന്നു ഗ്രാമത്തിന്റെ മുഖമുദ്ര. ഗ്രാമത്തിലെ ജലക്ഷാമം എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിച്ച സിമോൺ ഉറാവോ 1961 ഏതാനും ഗ്രാമീണരുടെ സഹായത്തോടെ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വലിയൊരു തടയണ നിർമ്മിച്ചു. മഴക്കാലത്ത് അതിൽ വെള്ളം നിറഞ്ഞു. ആ വെള്ളം വേനൽക്കാലത്തുകൂടി വലിയൊരു പ്രദേശത്തെ കൃഷിയിടങ്ങൾക്ക് ഉപയോഗപ്രദമായി. കക്സിറ്റോളി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. സിമോൺ ഉറാവോയുടെ വീടും പറമ്പുമെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു വഴിപ്പോക്കനോട് വിവരം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തന്ന വഴി ഫാദർ സിജോയ്ക്ക് പോലും മനസ്സിലായില്ല. എന്നാൽ നിങ്ങൾ കൂടി കയറൂ എന്ന് ഡോക്ടർ അജിത് പറഞ്ഞു. സ്ഥലം കാണിച്ചു തന്ന ശേഷം തിരികെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിടാമെന്നും പറഞ്ഞു. അത് അദ്ദേഹം സമ്മതിച്ചു. തലയിൽ കെട്ടും കോട്ടുമൊക്കെയുള്ള ഒരാൾ. പിന്നീട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിരിക്കുന്നത് ഗ്രാമത്തിലെ ഒരു പുരോഹിതനാണ്. പഹാൻ എന്നു പറയും. ഗ്രാമമുഖ്യനും ഗ്രാമീണരും ചേർന്ന് തിരഞ്ഞെടുക്കുന്നതാണ് പുരോഹിതനെ. ഉറാവോ ഗോത്ര വീടുകളുടെ ഒരു സ്വഭാവം ഇതാണ്. ഇവിടുത്തെ മറ്റു പല ഗോത്ര വീടുകളുമായും ഇതിന് സാമ്യമുണ്ട്. മണ്ണ് കുഴച്ചു തേച്ച ചുമരും പാത്തിയോടുമേഞ്ഞ മേൽക്കൂരയും. സാമാന്യം വലിയ വീടുകളാണ്. ഇന്ത്യയിലെ വലിയൊരു ഗോത്രവർഗമാണ് ഉറാവോ. ജാർഖണ്ഡിൽ മാത്രമല്ല അവരുള്ളത്.
ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം ഉറാവോകളുണ്ട്. ഇന്ത്യയിലാകെ 45 ലക്ഷം ഉറാവോകൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട് അവരിൽ. പിന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന സർണ മതക്കാരും. കക്സിടോളി ഗ്രാമത്തിന്റെ പ്രധാന ഭാഗമാണിത്. സിമോൺ ഉറാവോയുടെ തറവാടും പുരയിടവും ഈ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്താണ്. അത് കുറച്ചകലെയാണ്. സിജോ അച്ഛൻ നമ്മുടെ കൂടെയുള്ള ഗോത്ര പുരോഹിതനെ കൂടുതൽ പരിചയപ്പെട്ടു. ഇവിടെ ഓരോ ഗ്രാമത്തിലും ഓരോ പുരോഹിതനുണ്ടാകും. സർണമതക്കാരുടെ പുരോഹിതൻ. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണവർ. 3 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണത്. അതിനിടെ പുരോഹിതൻ തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാതെ വന്നാൽ അദ്ദേഹത്തെ ഗോത്രക്കാർ തന്നെ പുറത്താക്കുകയും ചെയ്യും. ആ കഥകൾ കേട്ടും ഗ്രാമക്കാഴ്ചകൾ കണ്ടും ഞാൻ സഞ്ചാരം തുടർന്നു.